അവിടുത്തെ പോലെ ഇവിടെയും ഹലോ ആ ചേട്ടൻ അറിഞ്ഞോ? ആരാ പറഞ്ഞേ? അതെയോ? ആ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു, എന്നാലും കാര്യം സാധിച്ചു. ഇനിയെങ്കിലും സുമിത്രയും പ്രഭാകരനും സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. അങ്ങനെയൊന്നുമില്ല ചേട്ടാ, ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ എന്റെ കടമ നിർവഹിച്ചു, അത്രേ ഉള്ളൂ. ആ താങ്ക് യു. എന്നാ ശരി ചേട്ടാ. പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ നീ കടമയൊക്കെ നിർവഹിച്ചു തുടങ്ങിയില്ലേ? എന്ത് കടമയാണാവോ ഇന്ന് ചെയ്തത്? ഞാൻ മെമ്പർ ആയപ്പോ മുതല് എന്റെ കടമകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന രീതി എനിക്കില്ല. പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്ക് സുമിത്രയും അവളുടെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയിട്ട് നാള് കുറച്ചായി. ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാ. പ്രഭാകരന്റെ കള്ളുകൂടി ഒരു വശത്ത്, സുമിത്രയ്ക്കാണെങ്കിലോ പ്രഭാകരന്റെ അമ്മയെ പറ്റിയുള്ള പരാതി. പ്രഭാകരൻ 1-2 വട്ടം പഞ്ചായത്ത് ഓഫീസിൽ വന്ന് ബഹളം ഉണ്ടാക്കി. എന്നിട്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പ്രസിഡന്റ് എന്നോട് പറഞ്ഞു. 1-2 വട്ടം ഞാൻ സുമിത്രയോട് സംസാരിച്ചു നോക്കി, ഒരു രക്ഷയുമില്ല. ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് അവള് തീർത്തു പറഞ്ഞു. പ്രഭാകരനാണെങ്കിലോ ഡിവോഴ്സിന് തയ്യാറുമല്ല. അപ്പൊ ഈ പ്രശ്നമാണ് നീ ഇന്ന് പരിഹരിച്ചത്? അതെ. എന്തായിരുന്നു പരിഹാരം? ഇന്നലെ ഞാൻ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി സംസാരിച്ചു. രണ്ടുപേരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. ഈ സ്വഭാവം വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതോടെ ഞാൻ എന്റെ അവസാന തടവ് പുറത്തെടുത്തു. എന്താണ് അവസാന തടവ്? പൂഴിക്കടകനാണ്? അല്ല, പൂഴിക്കടകനേക്കാളും വലിയ അടവ്. ഈ സുമിത്രയെ പ്രഭാകരൻ പലവട്ടം തല്ലിയിട്ടുണ്ട്. ഇത് വച്ചിട്ട് സുമിത്രയോട് പോലീസിൽ പരാതിപ്പെടാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ സുമിത്ര പോലീസിൽ പരാതിപ്പെട്ട പ്രഭാകരൻ അകത്തു പോകുന്ന അയാൾക്ക് ഉറപ്പായി. അതോടെ അയാൾ ഡിവോഴ്സിന് സമ്മതിച്ചു. എന്താ നോക്കുന്നേ? കൊള്ളാം. ഇതാണ് പ്രശ്നം പരിഹരിച്ചത്. എന്താ പ്രശ്നം പരിഹരിച്ചില്ലേ? പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് സന്തോഷത്തോടെ അവരെ ഒരുമിപ്പിച്ച് ജീവിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ ഡിവോഴ്സ് എങ്ങനെയാണ് പ്രശ്നപരിഹാരം ആവുന്നത്? ഡിവോഴ്സ് ഒരു പരിഹാരമായതുകൊണ്ടാണല്ലോ നിയമം ഉള്ളത്. കൊള്ളാം. ഇങ്ങനെ പരിഹാരം കണ്ടുപിടിക്കാനേ ഏത് കഴുതയെ കൊണ്ടും പറ്റും. ഒരുമിച്ച് ജീവിക്കുന്നവരെ പിരിച്ചിട്ട് തീർപ്പുണ്ടാക്കി പോലും. ഒത്തുപോകാൻ പറ്റാത്ത രണ്ടുപേര് ആർക്ക് വേണ്ടിയാ സത്യേട്ടാ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? കളഞ്ഞേക്കണം. ഓ അത് ശരി. അപ്പൊ ഞാനും നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ അങ്ങ് ഡൈവേഴ്സ് ചെയ്യോ? എന്താ സംശയം? കുറച്ചു നാളെ ഞാൻ നോക്കും. സത്യേട്ടന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നില്ലെങ്കിൽ കളഞ്ഞിട്ട് ഞാനങ്ങ് പോവും. കൊള്ളാം. നിന്റെ ഓഫീസിലെ ഒരു സ്ത്രീക്ക് ഒരു കുടുംബ പ്രശ്നം ഉണ്ടായപ്പോൾ നീ ഇടപെട്ട് അവർ രണ്ടുപേരും തമ്മിൽ അങ്ങ് പിരിച്ചു അല്ലേ? എന്നാൽ എൻ്റെ സ്റ്റേഷനിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നറിയോ? എന്താ ചെയ്തേ? ഈ നമ്മുടെ സ്വർണ്ണലതയും കനകാമ്പരും തമ്മിൽ പിണക്കവും വഴക്കവും ഒക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എല്ലാ ദിവസവും വീട്ടിൽ ചെന്നിട്ട് വഴക്കൂടും. രാവിലെ സ്റ്റേഷനിൽ വരും, എന്നോട് പരാതി പറയും. ഞാൻ തന്ത്രപരമായിട്ട് ഇടപെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കും. അതുകൊണ്ട് എന്താ, ഇന്നും അവർ തമ്മിലും ഭയങ്കര സ്നേഹത്തോട് തന്നെ ജീവിച്ചു പോവുക. ഇന്നലെ തന്നെ സ്റ്റേഷനിലുണ്ടായ പ്രശ്നം എന്താണ് ആർച്ചയ്ക്ക് അറിയാം? എല്ലാത്തിനും ഇന്നത്തോടു കൂടി ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. കുറെ കാലായി സഹിക്കുന്നു, ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. നീ എന്ത് സഹിച്ചെന്നാ പൂക്കുഞ്ഞെ? ലോകത്തിൽ എന്നെ പോലെ ഗതികേടുള്ള ഒരാണുണ്ടായിട്ടുള്ള അവള് സഹിച്ചെന്ന്. അതെ, സത്യം തന്നെ. രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ സ്റ്റേഷനിലെ ജോലി എടുക്കണം. അത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ പണി. എന്നിട്ട് നേരം വെളുത്ത് 5 മണിക്ക് മുമ്പ് എഴുന്നേൽക്കുക വേണം. കിടക്കുന്നത് 12 മണിയാവും. ഇതെല്ലാം ചെയ്യുമ്പോഴും അവിടെ സഹായിക്കാൻ ഈ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടാവും. അയ്യോ, സഹായിക്കാൻ പറ്റിയ ഒരു മുതല്. ആദ്യം നിന്റെ അഹങ്കാരം ഒന്നിക്കള, അപ്പൊ സഹായിക്കാം. ആരുടെ? ലത സാർ ഉണ്ട്. അയ്യോ, ഇനി നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് വേണ്ട. ഇത്രയും നാൾ ഞാൻ സഹിച്ചു. എന്നും കള്ളും കുടിച്ചോണ്ട് വന്ന ഇടിക്കാനുള്ള ആളല്ല ഞാൻ. മനസ്സിലായോ? പതുക്കെ പറ, സാർ കേക്കും. സാർ കേക്കട്ടെ. സാറിനെ ഇന്ന് കേൾപ്പിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നേക്കുന്നത്. അതിനാ ദേ ഇത് പരാതിയും കൊണ്ട് വന്നേക്കുന്നത്. ഇന്ന് പരാതി കൊടുത്തിട്ട് ഇതിനുള്ള നടപടി ഞാൻ എടുക്കും. ഒന്നിങ്ങോട്ട് വന്നേ. സാർ സമാധാനായില്ല, എല്ലാം സാർ കേട്ടെന്നാണ്. കേക്കട്ടെ.
ഇന്നത്തോടു കൂടി CPO കനകാംബരന്റെ കാര്യത്തിന് ഒരു തീരുമാനമാവും. തീരുമാനം ഇപ്പൊ ഉണ്ടാക്കും. ഉണ്ടാക്കും. എന്താണ് പൂക്കുഞ്ഞ അവിടെ ഒരു ബഹളം? പഴയ പ്രശ്നം തന്നെ സാറേ, സാറും കനകാംബരും തമ്മിലേ. ഇത് വലിയ കഷ്ടമാണല്ലോ. എന്താ കാര്യം? ഓ, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ പരാതി കേട്ട് മടുത്തു. പക്ഷെ പഴയത് കണക്കല്ല, ഇപ്രാവശ്യം കനകാംബരനെതിരെ പരാതിയായിട്ടാണ് സാർ വന്നേക്കുന്നത്. പരാതിയാ? എന്ത്? അല്ല, നമ്മളത് കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം വഷളാവും സാറേ. അത് ഏറ്റെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ വലിയ കുരിശായാലിത്. ഞാനല്ലേ ഇങ്ങോട്ട് വിളിച്ചേ. ഓ, സർ, എന്താണല്ലോ ഇതേ പ്രശ്നം? ഇതാ സർ, ഇതെന്താ ഇത്? പരാതിയാണ് സർ. പരാതിയാ? പരാതി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറയില്ലേ? സർ, ഓരോ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് പരാതി പറയും. അത് കേട്ടിട്ട് സാർ 4 നല്ല വർത്തമാനം പറഞ്ഞ് കോംപ്രമൈസ് ആക്കും. ഇത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും കനകാംബരം വെള്ളമടിച്ചോണ്ട് വന്ന് വീട്ടിൽ വന്ന് കിടന്ന് ബഹളമാണ് സാർ. ഇതൊന്നും സഹിക്കേണ്ട കാര്യം എനിക്കില്ല. ഇതെന്റെ റിട്ടേൺ കംപ്ലൈന്റ് ആണ് സാർ. കേസ് എടുക്കണം. കേസ് എടുക്കാനാ? അതെ സാർ. സെഷൻ 498B ഗാർഹിക പീഡനം. കഴിഞ്ഞ 5 വർഷമായി ഭാര്യയായ എന്നെ ഭർത്താവായ കനകാംബരൻ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നു എന്നുള്ള പരാതിയാണ് സർ. ലതേ, കേസ് എടുത്താലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് ലതയ്ക്ക് അറിയോ? അറിയാം സർ. കനകാംബരൻ അകത്തു പോകും. ജാമ്യം കിട്ടില്ല. 7 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യം. ഇങ്ങനെ എടുത്തിയാടി ഓരോ തീരുമാനങ്ങൾ പറയല്ലേ ലതേ? ഒരു എടുത്തുചാട്ടോ ഇല്ല സാർ. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് സാർ. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ സഹിക്കേണ്ട യാതൊരു കാര്യമില്ല സാർ. സാറും കല്യാണം കഴിച്ചതല്ലേ? ഇതുവരെ ഉണ്ണിയാർച്ചയുടെ ദേഹത്ത് സാർ തൊട്ടിട്ടുണ്ടോ? തൊട്ടിട്ടുണ്ടോന്ന് ചോദിച്ചാ ആ തൊടലല്ല സാർ ഞാൻ ഉദ്ദേശിച്ചത്. ഉണ്ണിയാർച്ചയെ ഒന്ന് തല്ലിയിട്ടുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലും ഉണ്ടാവില്ലെന്ന് അറിയാം സാർ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലേ അവർ അന്നേ സാറിനെതിരെ പരാതി കൊടുത്തേനെ. സാർ, മറ്റുള്ള സ്ത്രീകളെ പോലെ എനിക്ക് സമാധാനമായിട്ട് സന്തോഷത്തോടെയും ജീവിക്കണം സാർ. ഇനി എനിക്കിത് സഹിക്കാൻ വയ്യ. എന്നാലും ലതേ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്യണ്ടേ? ആലോചിക്കാനില്ല സാർ. ഇതെന്റെ പരാതിയാണ്. ഈ പരാതി കിട്ടിയിട്ടും സാറ് കേസ് എടുത്തില്ലെങ്കിൽ സാറിനെതിരെ ഞാൻ CAക്ക് പരാതി നൽകും. സ്ത്രീ പീഡന കേസിൽ കേസെടുക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പീഡന കേസിൽ പ്രതിയാവുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇതാ സാർ എന്റെ പരാതി. ലത എന്തൊക്കെയാ സംസാരിക്കുന്നത്? ഞാൻ കനകാംബരനോട് ഒന്നുകൂടെ സംസാരിക്കട്ടെ. ലത പോയിട്ട് അയാളോട് ഇങ്ങോട്ട് വരാൻ പറയും. അപ്പൊ ഈ പരാതി? ആ പരാതി തൽക്കാലം കയ്യിൽ വെക്ക്. ഞാൻ അയാളോട്ടൊന്ന് സംസാരിച്ചോട്ടെ. സാർ, സാറ് സംസാരിച്ച് കോംപ്രമൈസ് ആക്കേണ്ട യാതൊരു കാര്യമില്ല. അയാളെ ജയിലിൽ കയറ്റാതെ ഞാൻ അടങ്ങത്തില്ല. ഒന്നുമല്ലെങ്കിലും ഞാനും ഒരു പോലീസുകാരി തന്നെയല്ലേ. ഇത്തവണ സംഗതി കുഴപ്പമാണ്. എന്താണ്ടോ കനകാംബരം ഇത്? തനിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സ്വർണ്ണലത ആകെ ചൂടിലാണ്. അവർ ചൂടായിട്ട് സാറേ, ഉള്ള തോന്നിവാസം എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ന്യായം പറയാൻ വരുന്നു. ഇവിടെ താനൊരു പോലീസുകാരനല്ലേ? തനിക്ക് നിയമമൊന്നും അറിയില്ലേ? സ്വർണ്ണലത ഒരു പരാതി എഴുതുന്നാലുള്ള അവസ്ഥ എന്താണെന്ന് എനിക്കറിയോ? അറിയാം സാർ. സാർ കേസ് എടുക്കും, അറസ്റ്റ് ചെയ്യും, ജാമ്യം കിട്ടത്തില്ല, 7 വർഷം എന്നെ ശിക്ഷിക്കും. എന്നിട്ടാണോ താൻ ഇതൊക്കെ നിസ്സാരമായിട്ട് കാണുന്നത്? ഞാൻ നിസ്സാരമായിട്ടൊന്നും കാണുന്നില്ല സാർ. അവളുടെ ഉപദ്രവം സഹിക്കുന്നതിനെക്കാട്ടും നല്ലത് ജയിലിൽ പോകുന്ന. ഞാൻ ജയിലിൽ പോക്കാണ് സാർ. മണ്ടത്തരം പറയലടോ. ഒരാവേശത്തിന് ഇങ്ങനെയൊക്കെ പറയാം, പിന്നെ ഇതിൽ നിന്ന് ഊരാൻ പറ്റില്ല. എനിക്ക് കുഴപ്പമില്ല സാർ. താനേ ലതയെ സ്ഥിരമായിട്ട് തല്ലാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ. നാണമില്ലടോ. എന്ത് മനുഷ്യനാടോ താന്? ഭാര്യമാരെ തല്ലുന്നത് വലിയ കേമത്തിലായിട്ടൊന്നും കാണണ്ട. എൻ്റെ സ്ഥാനത്ത് സാറായിരുന്നു അവളെ കൊന്നേനെ. രാവിലെ ഞാൻ സ്റ്റേഷനിൽ വരുമ്പോൾ അവളെ സല്യൂട്ട് ചെയ്യണം, മാഡം എന്ന് വിളിക്കണം. അവള് വലിയ ASയും ഞാൻ CPOയും അല്ലേ. പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എടോ കനകാംബരാന്നേ വിളിക്കത്തുള്ളൂ. അവിടെ മുമ്പിൽ എന്നെ ചീത്തയും വിളിക്കും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ എന്നെ ഇൻസൾട്ട് ചെയ്യും. അതിന് വീട്ടില് CPO ASയോ ഒന്നും ഇല്ലല്ലോ സാറേ. അതാണല്ലോ അവിടെ രീതി. കനകാംബരൻ ചേട്ടാന്ന് വളരെ സ്നേഹത്തോടെ വിളിക്കും. തൊട്ടടുത്ത വർഷത്തെ അവിടെ ഡയലോഗ് എന്താണെന്നറിയാമോ? കനകാംബരൻ ചേട്ടൻ CPOയും ഞാൻ ASയും അല്ലേ എന്ന്. എന്തിനാ സാറേ അങ്ങനെ ആക്ഷേപിച്ച് എന്നെ കളിയാക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമം വരും. ഞാൻ 2 ബെക്ക് കഴിക്കും. പിന്നെ അതേ ചൊല്ലി ആവും വഴക്ക്. എൻ്റെ കൺട്രോൾ കൂട്ടി ഞാൻ 2 എണ്ണം പൊട്ടിക്കും. അധികാരം അവക്കാണെങ്കിലും ആരോഗ്യം എനിക്കാ. അതേ ഉള്ളൂ സാറേ എനിക്കൊരു വഴി. കനകാംബര, തൻ്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ കാര്യങ്ങൾ കേസിലെത്താതെ നോക്കണം. ഞാനേ ലതയെ ഒന്നുകൂടെ വിളിച്ചൊന്ന് സംസാരിക്കാം. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സാറേ. എടോ, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. താനൊന്നും മിണ്ടാ നിൽക്കുവോ? ലതേ 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 നിങ്ങൾക്ക് 2 പേർക്ക് പറയാനുള്ളതും ഞാൻ കേട്ടു. ഇനി എനിക്ക് പറയാനുള്ളതും നിങ്ങൾ കേൾക്കണം. ഈ കുടുംബജീവിതമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവും.
അതൊക്കെ പരിഹരിച്ച് പ്രശ്നങ്ങളില്ലാതെ പോവുക എന്നുള്ളതാണ് വിവരമുള്ളവർ ചെയ്യുന്നത്. അതിനുള്ള വിവരം ഇവക്കില്ലല്ലോ സാർ. വിവരം ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി തരാം. സെൻട്രൽ ജയിലിൽ കിടന്നേ 1, 2, 3 എന്ന് അഴിയെണ്ണുമ്പോഴേ വിവരം ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം മനസ്സിലാവും. പിന്നെ നീ എന്നെ അങ്ങ് പേടിപ്പിച്ച അവിടെ ഞാൻ അങ്ങ് പേടിക്കാനിരിക്കല്ലേ. നീ എന്നോ? ഞാൻ ഇവിടുത്തെ AC ആണ്. എന്തായാലും കേസ് കൊടുക്കാൻ പോവല്ലയോ, പിന്നെ നീ എന്ത് പുല്ലായാലും എനിക്കെന്നാ. ഒന്ന് നിർത്തിക്കാൻ. നിങ്ങളെന്താ രണ്ടും കൂടെ തമാശ കളിക്കണം? ഞാനത് നിങ്ങളുടെ കളിപ്പുള്ളതെന്ന് കരുതിയോ? ഞാനിവിടുത്തെ SI ആണ്. ഒരു പ്രശ്നം പരിഹരിക്കാൻ നോക്കുമ്പോൾ രണ്ടും കൂടെ എൻ്റെ മുമ്പിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന. സോറി സാർ. ഞാൻ ഈ കേസിൽ ഇടപെടുന്ന അവസാനത്തെ തവണയാണിത്. ഇനി നിങ്ങളുടെ ഒരു കേസിലും ഞാൻ ഇടപെടത്തില്ല. രണ്ടുപേരുടെ ഭാഗവും ഞാൻ കേട്ടു. സ്റ്റേഷനിൽ വെച്ചിട്ട് സ്വർണ്ണലത ഇടവ കനകാംബര CPO എന്ന് വിളിക്കുന്നതൊക്കെയാണ് കനകാംബരൻ്റെ പ്രയാസം. ലതയ്ക്ക് വേണമെന്ന് വെച്ചാൽ ആ വിളി ഒഴിവാക്കാം. അപ്പം ആ വിളി ഒഴിവായി കഴിഞ്ഞാൽ കനകാംബരന് കള്ളു കുടിക്കാൻ ഒരു കാരണമില്ല. അപ്പം കള്ളുകൂടി ഇല്ലായിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നവുമില്ല, സ്വർണ്ണലതയെ തല്ലുകയില്ല. സാർ വീട്ടിൽ വന്ന് തല്ലുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് അദ്ദേഹത്തെ കളിയാക്കുന്നത്. സാർ ഇവിടെ വെച്ച് എന്നെ കളിയാക്കുന്നുണ്ടോ സാർ? വീട്ടിൽ വെച്ച് ഞാൻ തല്ലുന്നത്. ഒന്ന് നിർത്തിക്കേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ രണ്ടു കൂട്ടരും മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങൾ ഞാൻ പറയാം. ലത കനകാംബരൻ്റെ മേലുദ്യോഗസ്ഥയാണ്. അതേസമയം കനകാംബരൻ ലതയുടെ ഭർത്താവുമാണ്. അധികാരം ലതയുടെ കയ്യിലാണ്. അതുപോലെ തന്നെ ആരോഗ്യം കനകാംബരൻ്റെ കയ്യിലാണ്. ലത ASI ആയിരിക്കുന്നിടത്തോളം കാലം കനകാംബരൻ അത് അംഗീകരിച്ചേ പറ്റൂ. അതുപോലെ കനകാംബരൻ ഭർത്താവായിരിക്കുന്നിടത്തോളം കാലം ലത അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. പിന്നെ ഇനി എന്തെങ്കിലും കനകാംബരൻ SI ആയി കഴിയുമ്പോൾ അധികാരമൊക്കെ പ്രയോഗിക്കാം. അതുപോലെ തന്നെ ലതയ്ക്കും കനകാംബരനേക്കാളും ആരോഗ്യം ഉണ്ടായെന്ന് തോന്നിക്കഴിയുമ്പോൾ ആരോഗ്യം അങ്ങോട്ടും പ്രയോഗിക്കാം. അതുവരെ ദൈവത്തെ ഓർത്ത് രണ്ടുപേരും ഒന്ന് സമാധാനമായിട്ട് ജീവിക്കും കേട്ടോ. മനസ്സിലായോ നിനക്ക്? ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. ഇന്നലെ എല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി കഴിഞ്ഞ ശേഷം സ്വർണ്ണ അത് പറഞ്ഞത് കേട്ടിട്ടെ സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ആർച്ചെ. പക്ഷെ ആർച്ച, നീ ഒരു കാര്യം ഓർത്തോ. നീ കാരണം ഇപ്പൊ പിരിച്ച പ്രഭാകരനും സുമിത്ര ഉണ്ടല്ലോ, കുറച്ചു നാൾ കഴിയുമ്പോൾ അവർക്ക് തോന്നും ഈ ചെയ്തത് തെറ്റായി പോയിന്ന്. അന്ന് രണ്ടുപേരും കൂടി ഒരു വരവ് വരും. വന്നിട്ടുണ്ടല്ലോ, നിന്റെ കരണക്കുട്ടി നോക്കി ആടിച്ച് നിന്റെ പല്ല് താഴെ ഇടും. അപ്പോഴേ നീ പഠിക്കും. ആ അവിടുത്തെ പോലെ ഇവിടെയും. ആർച്ചേ, നീ എന്താണ് പുച്ഛിച്ചിട്ട് പോയത്? അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കണം. നീ ഇപ്പൊ ചെയ്ത എന്താ നേരെ തിരിച്ചാ. എലിയെ പിടിച്ച് ഇല്ലം ചുടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ. സത്യട്ടാ, ഓരോ പ്രശ്നത്തിനും ഓരോ പരിഹാരമാണ്, അല്ലാതെ എല്ലാ പ്രശ്നത്തിനും കൂടെ ഒറ്റ പരിഹാരമല്ല. എന്തൊക്കെയായാലും നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഇപ്പൊ ഒരു കുടുംബത്തെ തകർക്കുകയാണ് നീ ചെയ്തത്. പക്ഷെ ഞാൻ ചെയ്തതോ തകരാൻ പോയി ഒരു കുടുംബത്തെ ഒരുമിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നാട്ടുകാർക്ക് എന്നോട് ഇത്ര ബഹുമാനവും സ്നേഹവും ഒക്കെ. നാട്ടുകാർക്ക് മുഴുവനോ? ഇതെനിക്കൊരു പുതിയ അറിവാണല്ലോ. നീ നാട്ടിലിറങ്ങി ആരോട് വേണേലും ചോദിച്ചു നോക്ക്. നമുക്ക് ചോദിച്ചാലോ? ചോദിച്ചോ? ആ, പക്ഷെ ഒരു കാര്യം, അപ്പുറത്തെ വീട്ടിലെ മൃഗം ഉണ്ടല്ലോ, അവനോട് ചോദിക്കണ്ട. പെണ്ണുങ്ങളെ എന്ത് പറഞ്ഞാലും വെള്ളം തൊടാതെ വിഴുങ്ങുന്നൊരു വായി നോക്കി അവൻ. ശരി, നമുക്ക് ഡോക്ടർ ഒഴിവാക്കാം. വേറെ ആരോടാ ചോദിക്കണേ? വേറെ ആരോട് വേണേലും ചോദിച്ചോ. ആരോ വന്നിട്ടുണ്ട്, അത് ആരായാലും ആദ്യം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സാറേ, ഞാൻ വന്നതേ പവിത്രം വന്ന കാര്യം അവിടെ നിൽക്കട്ടെ. അതിനു മുന്നേ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടൊരു മറുപടി തരണം. എന്നാ സാറേ? പവിത്രന് എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല സാർ, എന്നാ ഉദ്ദേശിച്ചെന്നുള്ള ആ ചോദ്യത്തിന്റെ ഒരു പൊരുൾ എനിക്ക് മനസ്സിലായില്ല. അതായത് നമുക്കിപ്പോ ഓരോ ആൾക്കാരെ പറ്റി ഒരു ധാരണ കാണുമല്ലോ. അതെ. ഇപ്പോ ഉദാഹരണത്തിന് ഈ നിൽക്കുന്ന ആർച്ചയെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഇവളൊരു വലിയ അഹങ്കാരിയാണ്. അതുപോലെ അപ്പുറത്തെ മൃഗമില്ലേ, മൃഗത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അവനൊരു ഭൂലോകമായി നോക്കിയാണെന്ന്. അതുപോലെ പവിത്രന് എന്നെ കുറിച്ചൊരു അഭിപ്രായം കാണുമല്ലോ, അതെന്താണെന്ന് പറയും. അതിപ്പോ അങ്ങനെ ചോദിച്ചാ പവിത്ര, സത്യം മാത്രമേ പറയാവൂ. പോലീസുകാരനാണ് വല്ലത് ചെയ്തു കളയൂ എന്ന് കരുതി കള്ളം പറയാൻ നിൽക്കരുത്. അതിനപ്പോ അവൻ കള്ളം പറയണേ? നീ പറ പവിത്ര. നിർബന്ധമാണോ? നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ സാറിനെ കാണാൻ സുന്ദരനല്ലേ? പോരാഞ്ഞിട്ട് നല്ല പൊക്കവും ഒത്ത വണ്ണും, പിന്നെ യൂണിഫോമിന് ഇങ്ങോട്ട് വന്ന മമ്മൂട്ടിയുടെ ലുക്കല്ലേ? അതല്ല ചോദിച്ചത്, പിന്നെ സത്യപാലൻ എന്ന വ്യക്തിയെ പറ്റിയുള്ള അഭിപ്രായമാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചാൽ സാറൊരു SI അല്ലേ, നല്ലൊരു പോലീസുകാരൻ, പിന്നെ കുടിക്കില്ല, വലിക്കില്ല,
കൈക്കൂലി മേടിക്കില്ല. ഏറ്റവും പ്രധാനം സ്ത്രീകളുമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള ഇടപാടുകളും സാറിനില്ല. പോരാ, സത്യന്റെ സ്വഭാവത്തെ പറ്റി പറയും. സ്വഭാവത്തിന് എന്നാ കുഴപ്പം? ഭാര്യയോട് മാന്യമായി പെരുമാറുന്ന ആളാണോ സത്യേട്ടൻ? അതിപ്പോ എനിക്ക് എങ്ങനെ അറിയാവുന്നത്? അത് ഭാര്യയായ മെമ്പർ അല്ലേ പറയേണ്ടത്? പവിത്രം പറ, ഭാര്യയെ സംശയിക്കുന്ന ഭർത്താവിനെ യോഗ്യനെന്ന് വിളിക്കാൻ പറ്റുമോ? അതിപ്പോ സംശയിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ സംശയിക്കില്ലല്ലോ. ആ, അപ്പൊ സംശയം ഉണ്ടെന്ന് ഉറപ്പായി. ഇനി ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ള ആളാണ് സത്യൻ എന്ന് പവിത്രന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോന്നോ? ആ കാര്യത്തിൽ സാറ് പുലിയല്ലേ? ഒരു ഉദാഹരണം പറ. പറഞ്ഞു കൊടുക്കൂ പവിത്ര. ബാഹുലയൻ മുതലാളിയുടെ വീടിന്റെ മതില് പണി നടക്കുന്ന സമയം ബാഹുലയൻ മതില് പണിയുമെന്ന്, മതില് പണിതാൽ പൊളിച്ചു കളയുമെന്ന് കുര്യാക്കോസ്. നാട്ടുകാർ രണ്ട് പക്ഷമായിട്ട് തിരിഞ്ഞു. എന്തും സംഭവിക്കാമെന്നുള്ള അവസ്ഥ. ഈ സമയത്ത് സാർ എന്തു ചെയ്യുമെന്നുള്ള ആകാംക്ഷയിൽ നാട്ടുകാർ മുഴുവൻ കാത്തിരിക്കുന്നു. എന്നിട്ട് ആ സമയത്ത് സാർ എടുത്ത ബുദ്ധിപരമായ ഒരു നീക്കം ഭയങ്കര സംഭവമല്ലായിരുന്നു? സാറിന് വയറ്റിളക്കം വന്നും പറഞ്ഞു ഒരാഴ്ച ലീവ് എടുത്തത്. മതില് പണിയതോടത്ത് സൂപ്പർ അടി. അത് പിടിച്ചു മാറ്റാൻ ചെന്ന പോലീസുകാരെ എല്ലാം ഇടിച്ച് ആശുപത്രിയിലാക്കി. പിന്നെ കേസ് കോടതി ചെന്ന് കോടതി മതില് പണി സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം സാറ് സ്റ്റേഷനിലും എത്തി. കൊള്ളാം. ഇങ്ങനെയുള്ള സത്യേട്ടനാണ് സ്വർണ്ണലതയുടെയും കനകാംബരന്റെയും പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്. അതെ, മതില് പണി പോലെ അല്ല കുടുംബ പ്രശ്നം. ഈ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ എനിക്കൊരു പ്രത്യേക കഴിവുണ്ട് പവിത്ര. എങ്കിൽ പിന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾക്ക് തന്നെ അങ്ങ് പരിഹരിക്കാൻ മേലായിരുന്നു. അത് പരിഹരിച്ചിരുന്നുണ്ടെങ്കിൽ സാറിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാനേ പക്വതയുള്ളൊരു പോലീസുകാരനായോണ്ട് നിങ്ങളുടെ പരിഹാസം കാര്യമായിട്ട് എടുക്കുന്നില്ല. എന്നെ അംഗീകരിക്കുന്ന ആൾക്കാർ ഇവിടെ വേറെ ഉണ്ട് കേട്ടോ. സാർ അത് വിട്. സാറേ, ഞാൻ വന്ന കാര്യം, നീ വന്ന കാര്യം എന്തായാലും അത് നടക്കില്ല. ഇതന്നെ മെമ്പർ ഈ സാറ് ഇങ്ങനെ. ആ, ഇപ്പൊ മനസ്സിലായല്ലോ സത്യേട്ടന്റെ സ്വഭാവം. ഇതാ ശ്ശോ. ഈ രണ്ടെണ്ണത്തിനെയും സഹിക്കുന്ന നമുക്കൊക്കെ ഉണ്ടല്ലോ അവാർഡ് തരണം, അവാർഡ്. അവിടുത്തെ പോലെ ഇവിടെയും സത്യം പറയല്ലോ സാർ, എത്രയോ നാളേക്ക് ശേഷം ഇന്നലെ ഞാൻ സുഖമായിട്ടൊന്ന് ഉറങ്ങിയതെന്ന് അറിയാവോ? ഒരു പ്രശ്നവും ഉണ്ടായില്ല. സത്യത്തിൽ നന്ദി പറയേണ്ട സാറിനോടാ. സാർ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ഞാൻ എടോന്നോ CP ഒന്നോ ഒന്നും വിളിച്ചിട്ടില്ല. വേണമെങ്കിൽ കനകാംബരാന്ന് വിളിക്കായിരുന്നു, അതുപോലും ഞാൻ വിളിച്ചിട്ടില്ല സാർ. അപ്പോ കനകാംബരം ഹാപ്പി ആയിട്ടുണ്ടാവുമല്ലോ. സന്തോഷമായി. സാധാരണ ഇവിടുന്ന് വൈകുന്നേരം വണ്ടിയെടുത്ത് ഞാൻ വീട്ടിലേക്ക് പോവും, കനകാംബരം ചേട്ടൻ ബാറിലേക്കാണ് പോവാറുള്ളത്. പക്ഷെ ഇന്നലെ എൻ്റെ വണ്ടിയുടെ പുറകെ കയറി വീട്ടിലേക്ക് വന്നു. ഒരു തുള്ളി പോലും കുടിച്ചില്ല സാർ. അതെ, ഈ കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. തല്ലിപ്പിരിയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ സ്നേഹത്തോടെ പോകണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. അതെനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. അത് മനസ്സിലാക്കി തന്നത് സാറാണ്. അല്ലാതെ ഉണ്ണിയാർച്ചയും ഞാനും തമ്മിൽ ഇന്ന് കാലത്ത് ചെറിയൊരു സംസാരം ഉണ്ടായി. എന്താ സാർ? അതെ, പഞ്ചായത്ത് ഓഫീസിൽ അവളെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ കുടുംബ പ്രശ്നം, അത് അവൾ ഇടപെട്ട് അത് ഡിവോഴ്സായി. അപ്പം ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞു, നിങ്ങളെ ഈ പിണക്കമൊക്കെ ഞാൻ ഒരുമിപ്പിച്ച കാര്യം പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞിട്ട് അവർക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. എപ്പോഴേലും ലതയ്ക്ക് സമയം കിട്ടുമ്പോൾ ആർച്ചയെ ഒന്ന് വിളിക്കണം, വിളിച്ചിട്ട് ഈ കാര്യം ഒന്ന് പറയണം കേട്ടോ. ഞാൻ വിളിച്ച് പറയാം സാർ. ആ അല്ല, കനകാംബരനോടെ ഇന്ന് ലീവാണ് സാർ. ആഹാ, ലീവ് ലെറ്റർ തന്നു വിട്ടിട്ടുണ്ട്. അത് ശരി. ഇതാ സാർ. എന്നാലും സാറിനെ കാണാൻ ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞത്. ആണാ? വരുമ്പോഴേ എന്തായാലും സന്തോഷമാണല്ലോ. വല്ല ലഡുവോ ജിലേബിയൊക്കെ മേടിച്ചോണ്ടെന്ന് കൊടുക്കാൻ പറയാം എല്ലാവർക്കും. എന്തായാലും ഇനിയിപ്പോൾ കള്ളൂടി ചേർത്തുകൊണ്ട് കയ്യിൽ ഇഷ്ടം പോലെ കാശ് ബാക്കിയാണ്. അതെ, എന്തായാലും ഇനി കുറച്ച് നാളത്തേക്കെങ്കിലും കള്ളു കുടിക്കാൻ സാധ്യതയില്ലെന്നാ തോന്നുന്നു സാർ. സാറേ, ആ ഇത് എന്താ പറ്റിയ കനാമര? സാറൊന്നും പറഞ്ഞില്ലേ? അല്ല, ഞാൻ വീട്ടിലെത്തുന്നത് വരെയുള്ള കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കനകാംബരൻ ചേട്ടൻ വന്നിട്ട് പറയട്ടെ എന്ന് കരുതി. സാറ് തന്നെ എല്ലാം പറ. പറയട്ടെ സാർ. എന്തായാലേ സാർ, ഞങ്ങൾ ഇന്നലെ സന്തോഷമായിട്ട് വീട്ടിൽ പോയ കഥ വരെ പറഞ്ഞില്ലേ? വീട്ടിൽ പോയതിന് ശേഷം അവിടെ ഇരുന്ന മദ്യക്കുപ്പി കനകാംബരൻ ചേട്ടനെടുത്ത് മുറ്റത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു എല്ലാത്തിനും കാരണം ഇതാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത്രയും കാലം എടോ CPO എന്നൊക്കെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് നീ അത് കേട്ടില്ല. SI സാർ പറഞ്ഞപ്പോൾ തന്നെ നീ അത് അനുസരിക്കുകയും ചെയ്തല്ലോ. അപ്പോ SI സാറും നീയും തമ്മിൽ എന്താണടി ബന്ധമെന്ന് എന്നോട് ചോദിച്ചു.
കള്ളു കുടിച്ചിട്ട് തല്ലിയാലല്ലേ പ്രശ്നമുള്ളൂ. കള്ളു കുടിക്കാതെ വന്ന് തല്ലിയാൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് കള്ളു കുടിക്കാതെ വന്നതെന്നും പറഞ്ഞു. അത് പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ സാറേ. പിന്നൊരു ഇടിയും മിന്നലുമായിരുന്നു. എൻ്റെ കണ്ണിൽ കൂടെ പൊന്നീച്ച പറഞ്ഞു. ബോധം തെളിഞ്ഞപ്പോ ഞാൻ ആശുപത്രിയിലായിരുന്നു. സാറല്ലേ പറഞ്ഞത് കനകാംബരൻ ചേട്ടനേക്കാൾ ആരോഗ്യമുള്ളപ്പോ എന്നോട് അടിച്ചോളാൻ. സാർ, +2 പഠിക്കുമ്പോൾ കരാട്ടയിൽ ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നു. ഭർത്താവല്ലേ എന്ന് കരുതി ഇത്രയും നാൾ ക്ഷമിച്ചു. ഇപ്പോ സാറ് അനുവാദം തന്ന നിലയ്ക്ക് എന്റെ പൊന്ന് സാറേ, നോക്കണ്ട, എനിക്ക് കേസില്ല. ആർജെ, നീ പറഞ്ഞതിലും കാര്യങ്ങളുണ്ട്. ചേരാത്തന്നെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും നേരെയാവില്ല, വഷളായിക്കൊണ്ടേയിരിക്കും. ഞാനും ആ പൂക്കുഞ്ഞും കൂടെ എന്തോരം ശ്രമിച്ചതാണ്. എന്തൊരു വല്ല പ്രയോജനം ഉണ്ടായ? എല്ലാം മോശമായിപ്പോയി. സത്യേട്ടാ, നമ്മുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞ വീടുകളുടെ എല്ലാ അവസ്ഥ ഇത് തന്നെയാ. നാണക്കേട് പേടിച്ച് ഒരുമിച്ച് താമസിക്കുന്നു. അങ്ങനെ ജീവിച്ചിട്ടെന്താ, കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സ് മടുക്കും. അപ്പോ ഇങ്ങനെ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. അതാണ് ഇന്ന് സ്റ്റേഷനിലുണ്ടായത്. ആർച്ചെ, നമ്മളെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? എന്ന് വെച്ചാ അല്ല, നീ കാലത്തെ പറഞ്ഞില്ലേ കുറച്ച് നാളുകൂടി നോക്കും, അത് കഴിഞ്ഞ് എന്നെ കളയുമെന്ന് പറഞ്ഞില്ലേ? സത്യേട്ടാ, സത്യേട്ടന്റെ സ്വഭാവം അത്ര മോശമൊന്നുമല്ല. ആവശ്യമില്ലാതെ സംശയിക്കും, വഴക്കുണ്ടാക്കും. പക്ഷേ സത്യേട്ടൻ പോയാ എവിടെ വരെ പോകുന്ന എനിക്ക് അറിയാവുന്നുണ്ടല്ലേ ഞാനെല്ലാം ക്ഷമിക്കുന്നേ. ഓന്തോടിയ വേലി വരെ എന്നാണ് പ്രമാണം. ഓന്ത് നിന്റെ തന്ത. ആ സ്വർണ്ണലത കരാട്ടെ പഠിച്ച സ്ഥലം ഏതാണെന്ന് അറിഞ്ഞ ഒന്ന് പോവായിരുന്നു. എന്തിന്? ചുമ്മാ. ചായ, മേരിയാന്റിയുടെ മോൻ ബെന്നി വരുന്നെന്ന്. അവനെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുക്കണേ? എന്നാ മുതലാന്നറിയാവോ? ഇവനൊക്കെ എന്നാ മനുഷ്യനാണ്. പഠിപ്പിച്ചോണ്ടിരുന്ന ടീച്ചറെ പ്രേമിക്കൂ. പുത്തമ്പുരയ്ക്കൽ വർഗീസേട്ടന്റെ കാറിൽ ഇവള് ഇന്നലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തേക്കുന്നു. അതിന് കുഴപ്പം കാറ് കയറാനുള്ളതല്ലേ? ഒരു കുഴപ്പമില്ല. വർഗീസേട്ടനും ഞാനൊരു കാര്യം പറയാം. കൊച്ചു പയ്യനാണ്, ആലീസിന്റെ അനിയനാണ് എന്നുള്ള പരിഗണനയും കൊടുത്ത് അവനോട് ലോഹ്യം കൂടാൻ നിൽക്കണ്ട. അവിടുത്തെ പോലെ ഇവിടെയും